ഈ മെയ് മാസം ഇനി തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമകളിൽ നിലവിൽ ഹൈപ്പ് നേടിയെടുത്ത സിനിമയാണല്ലോ മമ്മൂട്ടി നായകനെത്തുന്ന മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ടർബോ എന്ന സിനിമ. ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ മാസ് എന്റർടൈനർ സിനിമയായിട്ട് വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെ ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു പുറത്തു വന്നത്. മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ചിത്രത്തിന്റെ ട്രെയിലർ യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ 1-ാം സ്ഥാനം നേടിയെടുത്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ IMDbയിൽ ടർബോ എന്ന സിനിമ ഒരു വമ്പൻ നേട്ടം നേടിയെടുത്തിരിക്കുകയാണ്. ആഴ്ചകൾക്ക് മുന്നേ തന്നെ IMDbയുടെ പേജിൽ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ മമ്മൂട്ടി ചിത്രം ടർബോ ഇടം നേടിയെടുത്തിരുന്നു. ആ പട്ടികയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-ാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ട ടർബോ എന്ന സിനിമ ഇപ്പോഴത്തെ ഈ വർഷത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമയായ പ്രഭാസ് നായകനെത്തുന്ന കൽക്കി 2898 AD എന്ന സിനിമയെ IMDb മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ മറികടന്നിരിക്കുകയാണ്. ട്രെയിലർ റിലീസ് ആയതോടെ ആ ആവേശത്തോടെ ഇപ്പോഴത്തെ ടർബോ 1-ാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ 32% ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. കൽക്കിയുടേത് 26% കുറഞ്ഞിരിക്കുകയാണ്. ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് മിസ്റ്റർ ആൻഡ് മിസസ് മഹിയും ഒപ്പം തന്നെ 4-ാം സ്ഥാനത്ത് ബയ്യാജി തുടങ്ങിയ സിനിമകളും ഇടം നേടിയെടുത്തപ്പോൾ 5-ാം സ്ഥാനത്ത് മറ്റൊരു മലയാളം സിനിമയായ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ ഏറ്റവും പുതിയ പൃഥ്വിരാജ് നായകനെ എത്തുന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. സിനിമ നിലവിൽ വലിയൊരു ഹൈപ്പൊന്നും തന്നെ നേടിയെടുത്തിട്ടില്ല. എന്നിട്ടും IMDbയുടെ പട്ടികയിൽ 5-ാം സ്ഥാനത്തേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിക്കപ്പെട്ടിരുന്നല്ലോ. സിനിമയുടെ ആദ്യ കേരള പ്രീസെൽ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 14,000-ലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടപ്പോൾ 23 ലക്ഷത്തിലേക്ക് ഒരു ദിവസം കൊണ്ട് സിനിമയുടെ കേരള പ്രീസെൽ ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. മെയ് 16-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ അവസാന പ്രീസെൽ കളക്ഷൻ മെയ് 15-ാം തീയതി അർദ്ധരാത്രിയോടെ പുറത്തുവരും. 1 കോടിയിലേക്ക് എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഒരു ഡീസന്റ് തുടക്കം സിനിമ പ്രീസെല്ലിന്റെ കാര്യത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. നല്ല സ്ക്രീൻ കൗണ്ടോടെ തന്നെയായിരിക്കും സിനിമ ആദ്യ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുക. കാത്തിരിക്കാം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.